ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് SS ഫുഡ്സ് ഓരോ ഉൽപ്പന്നവും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ SS ഫുഡ്സിന്റെ ശർക്കര വരട്ടിയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട നിയമപാലകർ നിയമത്തെ കയ്യിലിട്ട് അമ്മാനമാടുകയാണെന്ന് മുൻ MLA VT ബൽറാം ആരോപിച്ചു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. മുൻ MLA VT ബൽറാം പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നിയമം പാലിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷെ സാധാരണ പൗരന്മാർ നിയമം പാലിക്കുക എന്നതിനപ്പുറം അതിനേക്കാൾ ഗൗരവത്തിൽ, അതിനേക്കാൾ ഉത്തരവാദിത്വത്തിൽ അത് ചെയ്യേണ്ട ആളുകളാണ് പോലീസുകാർ. കാരണം അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ നിയമപാലകർ എന്നാണ്. അപ്പം നിയമപാലകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ നിയമം കയ്യിലെടുക്കാൻ നിന്നാൽ, നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ നിന്നാൽ, അതിക്രൂരമായ നിയമവിരുദ്ധമായ ക്രിമിനൽ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകാൻ നിന്നാൽ, അത്തരത്തിലുള്ള ആളുകളുടെ തൊപ്പി ഊരി വെച്ച്, കാക്കി ഊരി വെച്ച് ഈ സേനയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ഈ സമരവും പ്രക്ഷോഭവും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഏതായാലും കേരള ഭരണത്തിൽ പിണറായി വിജയൻ അങ്ങനെ അനന്തകാലം ഇനിയും ഉണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും കാക്കിയിട്ട ഒരുത്തനും വേണ്ടതില്ല. ഏതാനും മാസങ്ങൾ മാത്രമേ നിങ്ങളെ സംരക്ഷിക്കുന്ന ഈ ജനവിരുദ്ധ ഭരണകൂടത്തിന് ഇനി ഇവിടെ അധികാരത്തിൽ ആയുസുള്ളൂ. ഇവിടെ കുന്നുംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, ദൃശ്യങ്ങൾ, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. സുജിത്ത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായതുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും വർഗീസ് ചേട്ടൻ അടക്കമുള്ള അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഉണ്ടായതുകൊണ്ട് നമ്മൾ നിയമ പോരാട്ടം നടത്തിയാണ് ഈ പോലീസിന്റെ കിരാത മർദ്ദന മുറകളുടെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരു സാധാരണ പൗരന് അത്രത്തോളം പോലീസ് എന്ന് പറയുന്ന വലിയ ഒരു സംവിധാനത്തോട് ഏറ്റുമുട്ടാൻ സാധിക്കുമോ? ഈ നാട്ടിലെ ഏതെങ്കിലും സാധാരണക്കാരന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധം ഈ കാക്കിയിട്ട പ്രമാണിമാർക്കെതിരെ നടത്താൻ സാധിക്കുമോ? അത് തന്നെയാണ് ഇവരുടെ ധൈര്യം. ആരും ചോദിക്കില്ല, ആരും പറയില്ല, ആരും ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടില്ല എന്നുള്ള ധൈര്യമാണ് ഇവരെ ഇതുപോലെയുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. ജനാധിപത്യ സമരങ്ങളെ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VT ബൽറാം തുറന്നടിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കൊഴിക്കര അധ്യക്ഷത വഹിച്ചു. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ K ബാബു നാസർ, P മാധവദാസ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, KM ചന്ദ്രശേഖരൻ, EV മൊയ്തുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ചാലിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി, നാഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സനോജ് കണ്ടലായിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ഫാത്തിമ, മഹിളാ കോൺഗ്രസ് ചാലിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റുഖിയ ഹംസ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MT ഗീത, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കുഞ്ഞുമോൻ മാവറ, സലീം കൂടല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം. ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ ഡോക്ടർ KP സയ്യിദ് മുഹമ്മദ് സലീം, ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും.
കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ, കഷായ മരുന്നുകൾ, പെട്ടിമരുന്നുകൾ, യുനാനി പാറ്റന്റ് മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ്. ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്, മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ്, തളി റോഡ്, ആറങ്ങോട്ടുകര. ഫോൺ 9846782898.